ഇന്നെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉള്ളിച്ചോറ്. ഉള്ളിച്ചോറ് അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ കറി കൂട്ടി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ആദ്യം ഉള്ളിച്ചോറിൽ പച്ചക്കറി വേണമെങ്കിൽ ഇടാം, നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ഫ്രൈഡ് റൈസ് പോലെ ചെയ്യാം. ഈ 1 കപ്പ് ഉള്ളി ഒരാളുടെ ചോറിനകത്താണ് ചെയ്യുന്നത്. അപ്പൊ അത് നെയ്യിൽ മുരിക്കും. നെയ്യിൽ മുരിച്ചിട്ട് ഉപ്പും മഞ്ഞളിട്ട് പാകപ്പെടുത്ത നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ ഞാൻ 1 കപ്പ് ഉള്ളി തയ്യാറാക്കിയിട്ടുണ്ട്. 1 കപ്പ് ഉള്ളി അരിഞ്ഞത് ഉണ്ട്. അപ്പൊ ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചൂടായി കഴിയുമ്പോ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. അപ്പൊ 2 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് 1 കപ്പ് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇടുകയാണ്. നല്ലപോലെ വഴറ്റണം. ഇതിനി നല്ലപോലെ വഴറ്റണം. നെയ്യിലേക്ക് ആ ഉള്ളി വീണപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ വഴണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അല്പം ഉപ്പ് ചേർക്കും. അധികം വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുള്ളൂ. സ്വല്പം മഞ്ഞൾപ്പൊടി. ഓക്കെ, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതും ഒരു 1/2 ടീസ്പൂൺ. ഇത് രണ്ടും കൂടി ഉള്ളിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യും. അപ്പൊ ഈ മഞ്ഞളുടെ ഒരു കുത്തുമണം മാറി കഴിയുമ്പോഴേക്കും ഇത്രയും വഴണ്ടാ മതി, അധികം ക്രിസ്പി ആവണ്ട. ഈ ഒരു പരിവാകുമ്പോ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യും, അല്ലെ? ഇനി ഇതിനകത്തേക്ക് നമ്മള് എരിവൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് എരിവിന് വേണ്ടിട്ട് അത് വലിയ ആൾക്കാർക്ക് ചെയ്യുമ്പോ ഇത്തിരി കുരുമുളക് പൊടി, കുട്ടികൾക്ക് കൊടുക്കുമ്പോ കുരുമുളക് പൊടി ആഡ് ചെയ്യരുത്. ഇതിപ്പം നമുക്ക് വലിയ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു സ്വല്പം കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു 1/2 ടീസ്പൂണാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 1 കപ്പ് ഉള്ളി എടുത്തേക്കുന്നത് ഒരാൾക്കുള്ള ചോറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ട് ഉള്ളിയുടെ എമൗണ്ട് കൂട്ടണം. ഇപ്പൊ നമ്മൾ ഇത്രയും ചോറാണ് എടുത്തേക്കുന്നത്. ഈ ചോറിലേക്കാണ് നമ്മൾ 1 കപ്പ് ഉള്ളി ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്തിരി ആയിട്ട് ചോറ് ആ ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. വെള്ളച്ചോറാണെങ്കിൽ തിരികെ ഭംഗിയുണ്ടാവും. ഇതിപ്പോ നമ്മുടെ കുത്തരിച്ചോറായതുകൊണ്ട് വലിയ ലുക്ക് ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. വെള്ള അരിയാണെങ്കിൽ കുറച്ചും കൂടി ലുക്കായിരിക്കും കാണാൻ. പക്ഷെ നമുക്ക് ലുക്കിലല്ല, ആരോഗ്യത്തിലാണ് കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുത്തരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊന്ന് വഴണ്ട് ഒരു ഇത്തിരി ആയി കഴിയുമ്പോൾ ആ ചോറിലേക്ക് അതിന്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങി ചെന്ന് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. വെരി ടേസ്റ്റി, വെരി യമ്മി. എല്ലാരും ട്രൈ ചെയ്യാ. അപ്പൊ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ പരീക്ഷിച്ചു നോക്കുക. അതെ, പരീക്ഷിച്ചു നോക്കുക എല്ലാവരും. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.